എൻ്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് എന്ത് സംഭവിക്കാം, എനിക്കിപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാനായിട്ട് പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാരണം, എന്നെ പിടിച്ചു നിർത്തുന്നൊരു ഘടകമെന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും അർപ്പിക്കുന്ന എൻ്റെ കുർബാനയാണ്. അൾത്താരയിൽ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ ശരീരരക്തങ്ങൾ വിഭജിച്ച് ഇങ്ങനെ അർപ്പിക്കുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ, ശരിക്കും കുർബാന അർപ്പിക്കാനായിട്ട് യാതൊരു യോഗ്യതയുമില്ലായിരുന്ന എന്നെ ദൈവം ഇങ്ങനെ അളവില്ലാത്ത രീതിയിൽ അനുഗ്രഹങ്ങൾ തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് പറയാനായിട്ടുള്ളത് വലിയ അത്ഭുതങ്ങളെക്കുറിച്ചൊന്നുമല്ല. ഇങ്ങനെ ഇത്രമാത്രം സഹനത്തിൻ്റെ വേളകളിൽ എനിക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത്രമാത്രം സഹനത്തിൻ്റെ വേളകളിലും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നു. അത് ഞാൻ ആയിട്ട് നേടിയെടുത്ത ഒന്നല്ല, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ല, അത് ഈശോ എനിക്ക് ഈശോ എന്നോട് കാണിക്കുന്നൊരു ഔദാര്യമാണ്. അതിനെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അതെങ്ങനെ സന്തോഷകരമാക്കാം? ഈശോയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. അതെങ്ങനെയാണ്? അതാണ് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4:12 ഒരു വചനമുണ്ട്. വചനം എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക എന്നാണ് വചനം. അതായത് വലിയ അഗ്നിശോധനയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ. അപ്പോൾ പരിഭ്രമിക്കരുത്, ടെൻഷൻ അടിക്കരുത് എന്നാണ് വചനം പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരനാകുന്നതിൽ നീ ആഹ്ലാദിക്കുക. എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ കൂടുതൽ ഈശോയുടെ പീഡകളിൽ പങ്കുകാരനാകുന്നു എന്നുള്ളതാണ്. വചനതാണ് 1 പത്രോസ് 4:12 ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരനാകുന്നതിൽ നീ ആഹ്ലാദിക്കുക. അപ്പോൾ 2 കാലുള്ള ഒരാൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരനാകുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒറ്റക്കാലനായ എനിക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളിൽ പങ്കുകാരനാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 2 കാലിൽ ഉറച്ചു നിൽക്കുകയും നടക്കുകയും കയറ്റം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ചോദിക്കണം, ദൈവമേ എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്കിങ്ങനെ 2 കാല് തന്നിരിക്കുന്നത്? എൻ്റെ അവകാശമൊന്നുമല്ല, ദൈവം ഇങ്ങനെ സൗജന്യമായിട്ട് തന്നിരിക്കുക, എന്തുകൊണ്ടാണ് ചോദിക്കണം. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എല്ലാം നിൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ സന്തോഷത്തിനുള്ള കാരണം ദൈവം നിൻ്റെ ശരീരത്തിൽ തന്നെ തന്നിരിക്കുകയാണ്. അതിനെ ഓർത്ത് സന്തോഷിക്കാനായിട്ടുള്ളതാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.